നോമ്പിൻ്റെ ആദ്യത്തെ ഞായറാഴ്ച നമ്മൾ വായിച്ച് കേട്ട വചനഭാഗമാണിത്. മരുഭൂമിയിലെ പരീക്ഷ അല്ലെങ്കിൽ മരുഭൂമിയിലെ പ്രലോഭനം. 3 പ്രലോഭനമാണ് മരുഭൂമിയിലെ നമുക്കായിട്ട് യേശുനാഥൻ നമുക്ക് കാണിച്ചിരുന്ന കാര്യം. 3 പ്രലോഭനയും അതിജീവിക്കാനായിട്ട് യേശുവിന് സാധിച്ചു. ആ സമയത്ത് യേശു തൻ്റെ മനുഷ്യ സ്വഭാവമാണ് സ്വീകരിച്ചിരുന്നത്. ഇവിടെ പറയുകയാണ്, പിശാചിനാൽ പരീക്ഷിക്കപ്പെടുന്നതിനെ യേശുവിനെ ആത്മാവ് മരുഭൂമിയിലേക്ക് നയിച്ചു എന്ന്. പിശാചിനാൽ പരീക്ഷിക്കപ്പെടുവാനായിട്ട് യേശുവിനെ ആത്മാവ് മരുഭൂമിയിലേക്ക് നയിച്ചു. ഇത് വായിക്കുമ്പോൾ നമുക്ക് ഒത്തിരിയേറെ സംശയം ഉണ്ടാകാം. എന്തിനു വേണ്ടിയിട്ടാണ് ആത്മാവ് ഇത്രയും ക്രൂരമായൊരു കാര്യം ചെയ്തത് എന്ന്. നമ്മളിപ്പോൾ അവിടെ ഇരിക്കുന്നുണ്ട്. ഇപ്പോൾ ഈ മാർച്ച് മാസം പരീക്ഷകളുടെ കാലഘട്ടമാണ്. മാതാപിതാക്കളും അധ്യാപകരും പരീക്ഷയ്ക്ക് മക്കളെ ഒരുക്കി, വിദ്യാർത്ഥികളെ ഒരുക്കിയിട്ട് അവിടുന്ന് പറഞ്ഞയക്കാറുണ്ട്. ഒരുക്കി പറഞ്ഞയക്കാറുണ്ട്. ആ പറഞ്ഞയക്കുമ്പോൾ നമ്മള് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. കൊച്ചുങ്ങൾ പറയും, അയ്യോ പരീക്ഷയ്ക്ക് എനിക്ക് പോണ്ട, എനിക്ക് പേടിയാണ്, ഭയാണെന്ന്. നമ്മൾ പറഞ്ഞയക്കാണ്ടിരിക്കുവോ? പറഞ്ഞയക്കും. നമ്മൾ സാറില്ല, അമ്മച്ചി പ്രാർത്ഥിച്ചോളാം, അല്ലെങ്കിൽ അപ്പച്ചൻ പ്രാർത്ഥിച്ചോളാം, ധൈര്യപ്പെടുത്തി ശക്തിപ്പെടുത്തി നമ്മൾ പറഞ്ഞയക്കും. ഇതുപോലെ പരിശുദ്ധാത്മാവ് ഈശോയെ ധൈര്യപ്പെടുത്തി ശക്തിപ്പെടുത്തിയിട്ടാണ് ആ മരുഭൂമിയിലേക്ക് പറഞ്ഞയക്കുന്നത്. കാരണം ഇത് ദൈവത്തിന്റെ പദ്ധതിയാണെന്ന് മനസ്സിലാക്കിയിട്ട് ഈ പ്രലോഭനത്തെ അതിജീവിച്ചാലാണ് സാത്താന് തല തകർക്കാനായിട്ട് സാധിക്കുള്ളൂ എന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കി. ദൈവിക പദ്ധതിയാണ്. നമ്മളെ മക്കളെ ആ പരീക്ഷ ഹോളിലേക്ക് പറഞ്ഞയക്കുമ്പോൾ ആ പരീക്ഷയിലെ ഉന്നത വിജയം കരസ്ഥമാക്കാൻ വേണ്ടിയിട്ടാണ്, തോൽക്കാനല്ല. ആ പരീക്ഷയിൽ ഉന്നത വിജയം കരസ്ഥമാക്കി പ്രമോഷൻ മൂലം അടുത്ത വർഷത്തേക്ക് വിജയിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മളങ്ങനെ പറഞ്ഞയക്കുമെങ്കിൽ ഇവിടെ ആത്മാവ് ആ പിശാചിന്റെ മേലെ ആധിപത്യം നേടാൻ വേണ്ടിയിട്ടാണ്, യേശുവിന്റെ ആധിപത്യം നേടാൻ വേണ്ടിയിട്ടാണ് ആ ആത്മാവ് അവിടുന്ന് ശക്തിപ്പെടുത്തി, യേശുവിന്റെ കൂടെ ശക്തിപ്പെടുത്തിയിട്ട് അങ്ങോട്ട് മരുഭൂമിയിലേക്ക് പറഞ്ഞയക്കുന്നത്. നമ്മുടെ എല്ലാവരുടെ ജീവിതത്തിലും അടുത്തത് മരുഭൂമിയുടെ പ്രതീകാത്മകമായ ചിന്ത വളരെ രസകരമാണ്. ദൈവശാസ്ത്രന്മാർ പറയുകയാണ്, ഈ മരുഭൂമി അനുഭവം നമ്മുടെ എല്ലാവരുടെ ജീവിതത്തിലുണ്ട്. യേശു ജീവിതത്തിൽ മാത്രമല്ല, മരുഭൂമി അനുഭവം. പരീക്ഷ ഹോളിലേക്ക് നമുക്ക് ടീച്ചർമാർക്കും അല്ലെങ്കിൽ പഠിപ്പിച്ചൊരുക്കിയ ടീച്ചർമാർക്കോ മാതാപിതാക്കൾക്കോ കൂടെ അടുത്തു പോയിരുന്നിട്ട് പരിശോധിക്കാൻ പറ്റുമോ? ഇല്ല. ഒറ്റയ്ക്കാണ് ഒന്നിതളി പറഞ്ഞയക്കുക. ഈശോയെ ആ മരുഭൂമി അനുഭവത്തിലേക്ക് പറഞ്ഞയക്കുമ്പോൾ മരുഭൂമി ഒറ്റപ്പെടലിന്റെ, ഒരു സഹായം കിട്ടാത്ത അവസ്ഥയുടെ, ഏകാന്തതയുടെ അവസ്ഥയിലെ ആണ് സൂചിപ്പിക്കുന്നത്. എല്ലാവരുടെ ജീവിതത്തിലും ഈ ഒരു മരുഭൂമി അനുഭവത്തിലൂടെ കടന്നു പോകും. ഈ മരുഭൂമി ജീവിത അനുഭവത്തിൽ കടന്നു പോകുമ്പോഴാണ് സാത്താൻ പരീക്ഷിക്കാനായിട്ട് നമ്മുടെ അടുത്തേക്ക് കടന്നു വരിക. ആദവും അതിലെ ഹവ്വ ഒറ്റയ്ക്കായിരുന്ന സമയത്താണ് സാത്താൻ പരീക്ഷിക്കാനായിട്ട് കടന്നു വന്നത്. നമ്മളും ചിന്തിക്കുന്ന നല്ലതാ, സാത്താൻ എപ്പോ പരീക്ഷിക്കുന്നത് എപ്പോഴാ? നമുക്ക് സമ്പൽ സമൃദ്ധിയും അനുഗ്രഹവും ഉള്ള സമയത്താണോ കൂടുതൽ പരീക്ഷിക്കാം? അല്ല.
നമ്മൾ പ്രയാസമേറി ബുദ്ധിമുട്ടിയിരിക്കുന്ന സമയത്താണ് സാത്താൻ വീണ്ടും വീണ്ടും കൂടുതൽ പരീക്ഷിക്കുക. യേശു ഇവിടെ 40 ദിനരാത്രങ്ങള് ഉപവാസം അനുഷ്ഠിച്ച് പ്രാർത്ഥിച്ചൊരുങ്ങി. എന്നിട്ട് വചനത്തിൽ പറയുകയാണ്, അവനെ വിശന്നു. അവന് വിശന്നു. അപ്പോഴാണ് പ്രലോഭകൻ അവന്റെ അടുത്തേക്ക് കടന്നു വരുന്നത്. യേശുവിന് വിശന്നു കഴിഞ്ഞപ്പോഴാണ്. നമ്മുടെ ജീവിതത്തിലെ ചില തിക്താനുഭവങ്ങൾ ഉണ്ടാകുമ്പോഴാണ് സാത്താൻ കേറി നമ്മളെ പിടിച്ചു കൊടയാ. നമ്മൾ ചിന്തിച്ചൊന്നും അറിയില്ല. നമ്മുടെ പ്രാർത്ഥന കുറയുമ്പോഴാണ് സാത്താൻ നമ്മളെ കിടന്ന് വട്ടം കറക്കാം. ഇവിടെ വിശന്നു കഴിഞ്ഞപ്പോഴാണ് സാത്താൻ ഭക്ഷണത്തിന്റെ പ്രലോഭനമായിട്ട് ആദ്യം യേശുവിന്റെ അടുത്ത് വരുന്നത്. നിങ്ങൾ പലരും ഉപവാസാണെന്നറിയാം. ഉപവാസ സമയത്തായിരിക്കും ഏറ്റവും കൂടുതൽ വിശപ്പ് ദാഹവും നമുക്ക് അനുഭവപ്പെടാം. നേരെ മറിച്ച് എനിക്കിന്ന് ഭക്ഷണമൊന്നും വേണ്ട, ഉപവാസമല്ല, ഞാൻ ഭക്ഷണം കഴിക്കുന്നില്ല എന്ന് വെച്ച് ഞാൻ പണിയെടുത്ത് നടക്കുകയാണെങ്കിൽ നേരെ മറിച്ച് നിയോഗം വെച്ച് ഉപവാസം എടുത്ത് പ്രാർത്ഥിക്കുമ്പോൾ വിശപ്പ് ഭയങ്കരമായിട്ട് വരും. മാത്രമല്ല, അടുത്ത വീട്ടുകാര് ഇന്ന് ഉപവാസം എടുക്കുകയാണെങ്കിൽ അടുത്ത വീട്ടുകാര് ബിരിയാണി ഉണ്ടാക്കി കൊണ്ടുവരികയും ചെയ്യും. അന്ന ദിവസം മാത്രമേ കൊണ്ടുവരുള്ളൂ, വേറെ ദിവസം കൊണ്ടുവരില്ല. അല്ലെങ്കിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട വസ്തു കഴിക്കാനായിട്ട് ആരെങ്കിലും വാങ്ങിച്ചു കൊണ്ടുവരും. അതൊരു വലിയ പ്രലോഭന. ഇവിടെ ഈശോയ്ക്ക് വിശന്നപ്പോൾ ആ പ്രലോഭകൻ അവിടെ അത്ഭുതം പ്രവർത്തിക്കാനായിട്ട് ഈശോയെ പരീക്ഷിക്കുന്നുണ്ട്. ഇതുപോലെ പരീക്ഷണമായിട്ട് നമ്മൾ വിചാരിക്കുമ്പോ കുഴപ്പമില്ല, നാളേക്ക് ഉപവാസം മാറ്റിവെക്കാന്ന്. കുഴപ്പമില്ല, സാരമില്ല, കഴിഞ്ഞു. ഈ മരുഭൂമി അനുഭവം വലിയൊരു അനുഭവമാണ്. ആ അനുഭവത്തെ അതിജീവിക്കുമ്പോഴാണ് നമ്മള് കൂട്ടത്തില് കൃപകളിലെ പച്ചപ്പുള്ള അഭിഷേകമുള്ള കൃപകള് നമ്മളെ തേടി കടന്നു വരുക. മരുഭൂമി അനുഭവം എന്ന് പറഞ്ഞാല് വെള്ളം കിട്ടി ഇതുപോലെ തന്നെ ചൂടെടുത്ത് പുഴുകി വെള്ളം ഒരിറ്റ് വെള്ളത്തിന് വേണ്ടി ദാഹിക്കുന്ന അവസ്ഥ. സഹായത്തിനായിട്ട് ആരുമില്ല. ഒരു തുള്ളി വെള്ളം നാമ കിട്ടിയാല് അത്രയും ആശ്വാസം എന്ന് വിചാരിക്കുന്ന അവസ്ഥ മരുഭൂമി അനുഭവം. അത് വിശപ്പിന്റെ അവസ്ഥ മാത്രമല്ല, ആത്മാവിന്റെ അവസ്ഥയും കൂടിയും അങ്ങനെ തന്നെയാണ്. ഈ 40 രാത്രി എന്ന് പറയുമ്പോൾ ഇസ്രായേൽ ജനം ഈജിപ്തിന്റെ അടിമത്തിൽ 40 സംവത്സരങ്ങളാണ് കാനദേശത്താനായിട്ട് എടുത്തത്. അതിന്റെ പൂർണ്ണതയും പൂർത്തീകരണമാണ് യേശുനാഥൻ ഇവിടെ 40 രാത്രങ്ങൾ ഉപവസിച്ച് പ്രാർത്ഥിച്ചത്. എന്നിട്ട് പിശാച് ആദ്യത്തെ പ്രലോഭനം കല്ലുകള് അപ്പമാക്കാനാ. കല്ലുകള് അപ്പമാക്കാൻ ഈശോയുടെ അത്ഭുതം പ്രവർത്തിച്ച ഇല്ല. നമ്മൾ പലപ്പോഴും വിചാരിക്കും, ഞാൻ ഇത്രയും പ്രാർത്ഥിച്ചിട്ട് കർത്താവ് എൻ്റെ കാര്യത്തിൽ എന്താ ഒരു അത്ഭുതം പ്രവർത്തിക്കാത്തെന്ന്. ദൈവത്തിന്റെ സമയത്തിന്റെ പൂർത്തിയിൽ മാത്രമാണ് അത്ഭുതങ്ങൾ നടക്കാൻ പാടുള്ളൂ. ഇല്ലെങ്കിൽ സാത്താനും അത്ഭുതം പ്രവർത്തിക്കാൻ സാധ്യതയൊക്കെയുണ്ട്. ദൈവിക പദ്ധതികൾ പൂർത്തിയാവാൻ മാത്രമാണ്. അതും ഈശോയുടെ കൃത്യമായിട്ട് ഈശോയെ വെല്ലുവിളിക്കുക ചെയ്തത്. ചൊടിപ്പിക്കാന്ന് പറയില്ല, അതന്നെ പ്രകോപിപ്പിക്കുന്ന രീതിയിൽ ഈശോയുടെ സാത്താൻ സംസാരിക്കേണ്ടത്. നീ ദൈവപുത്രനാണെങ്കിൽ വെല്ലുവിളിക്ക. പിശാചിന് അറിയാം ദൈവപുത്രനാണെന്ന്, എന്നിട്ടും വെല്ലുവിളിക്കുക. നീ ദൈവപുത്രനാണെങ്കിൽ പ്രകോപനം ഉണ്ടാക്കുന്ന ഒരു രീതിയാണ് സാത്താൻ അവിടെ
ഉപയോഗിക്കുന്നത്. ഈശോ അവിടെ ശാന്തമായിട്ട്, കാരണം അത്ഭുതം പ്രവർത്തിക്കാനുള്ളത് അധികാരം പിതാവായ ദൈവത്തിന്റെ കീഴിലാണ്. പിതാവിന്റെ ഹിതം ഇതല്ല എന്ന് ഈശോയ്ക്ക് അറിയാം. അവിടെ അനുസരണമുള്ളവനായിട്ട്, പിതാവിന്റെ ഹിതത്തോട് അനുസരണമുള്ളവനായിട്ട് താഴ്മയോടെ നിന്ന് മറുപടി പറയുന്നുണ്ട്. എന്താണ് മറുപടി? മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല ദൈവത്തിന് നാവിൽ നിന്ന് പുറപ്പെടുന്ന ഒരു വാക്കുകൊണ്ടുമാണ് ജീവിക്കുന്നത്. ഇതിൽ നമുക്ക് എന്ത് അർത്ഥമാക്കാൻ കഴിയും? കർത്താവ് പറയുന്നുണ്ട്, മനുഷ്യൻ ഭക്ഷണം കഴിച്ച, ഭൗതികമായിട്ടുള്ള ഭക്ഷണം കഴിച്ച മാത്രം പോരാ. ആത്മാവിന്റെ ഭക്ഷണം, അത് ദൈവത്തിന്റെ വാക്കിൽ നിന്ന് വരുന്ന വചനം, അതാണ് വിശുദ്ധ ഗ്രന്ഥം, ബൈബിള്. അതും കൂടി നമ്മൾ ഭക്ഷിക്കണം. കാരണം ദൈവമായ കർത്താവ് ഉൽപ്പത്തി പുസ്തകത്തിലെ 2-ാം അധ്യായം 7-ാം വാക്യത്തിലെ സൃഷ്ടിയുടെ കർമ്മത്തിലെ ആദ്യം പൂഴിക്കൊണ്ട് അവിടുന്ന് രൂപപ്പെടുത്തിയെടുത്തു. അതാണ് ശരീരം. രണ്ടാമതായിട്ട് അവന്റെ നാസാന്തരങ്ങളിലേക്ക് ആത്മാവിനെ നിശ്വസിച്ചു, ആത്മാവിനെ കൊടുത്തു, ദൈവത്തിന്റെ ആത്മാവ്. അപ്പൊ മനുഷ്യരായ അവര് ജീവിക്കണമെങ്കിൽ ഭൗതികമായ ഭക്ഷണം മാത്രം പോരാ, ഒപ്പം ആത്മീയ ഭക്ഷണമായ ദൈവത്തിന്റെ വചനം നമ്മൾ വായിക്കണം, വചനം നമ്മൾ ഭക്ഷണമായിട്ട് എടുക്കണം. 3 നേരം നമ്മൾ ഭക്ഷണം കഴിക്കുന്നുണ്ടെങ്കിൽ അതുപോലെ തന്നെ 3 നേരവും വചനം വായിച്ച് ഒരു ആത്മീയ ഭക്ഷണം കൂടിയും വേണമെന്ന് യേശുനാഥൻ ഇവിടെ നമ്മളെ ഉദ്ബോധിപ്പിക്കുകയാണ്. ഭൗതിക ഭക്ഷണം മാത്രമല്ല വളർച്ചയ്ക്ക് ഉപകരിക്കുക, ആത്മീയ ഭക്ഷണം കൂടിയും ആത്മാവിന്റെ വളർച്ചയ്ക്കായിട്ട് സഹായിക്കുമെന്ന് യേശുനാഥൻ ഈ 1-ാമത്തെ പ്രലോഭന ഭാഗത്ത് നമ്മോട് കാണിച്ച് തരികയാണ്. 2-ാമത്തെ പ്രലോഭനം, ഈ വചനം ആണ് വായിക്കേണ്ടതെന്ന് പറഞ്ഞപ്പോൾ, വചനമാണ് ഭക്ഷണം എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ സാത്താൻ വീണ്ടും പ്രലോഭിക്കാനായിട്ട് ആ വചനം ഉപയോഗിച്ച് തന്നെ ഈശോയെ അവിടുന്ന് കുരുക്കിലാക്കാനായിട്ട് സാത്താൻ പരിശ്രമിക്കുക. നീ ഈ കാണുന്ന വിശുദ്ധ നഗരത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി ദേവാലയത്തിന്റെ അഗ്രത്തിലെ കയറ്റി നിർത്തിയിട്ട് പറഞ്ഞു, നീ ദൈവപുത്രനാണെങ്കിൽ താഴേക്ക് ചാടുക. എന്നിട്ട് പറയുകയാണ്, വചനം പറയുന്നുണ്ടല്ലോ, എന്ത്? ദൂതന്മാർക്ക് കൽപ്പന കൊടുക്കുക, നിന്റെ പാദം കല്ലുമേ തട്ടാതിരിക്കാൻ അവർ നിന്നെ താങ്ങിക്കൊള്ളും. ഇവിടെ ദൈവദൂതന്മാരെ താങ്ങണമെങ്കിൽ ഇത് ദൈവപുത്രനാണെന്ന് തന്നെ അവിടെ സാത്താൻ തന്നെ പറയുന്നുണ്ട്. എന്നിട്ടും പ്രലോഭിക്കാൻ ചോദിക്കാതെ ഇത് ദൈവപുത്രനാണെങ്കിൽ. സങ്കീർത്തനം 91:11-12 ആ വചനഭാഗം. ഈശോ പലപ്പോഴായിട്ട് വായിക്കുന്ന, ഈശോയ്ക്ക് ഇഷ്ടപ്പെട്ട വചനഭാഗങ്ങളിൽ ഒന്നാണത് എന്ന് ഈ 91-ാം സങ്കീർത്തനം കർത്താവിന്റെ സംരക്ഷണം എന്ന് സാത്താനെ നന്നായിട്ട് അറിയാം. ഉടനെ ഈശോ മറുപടി പറയുന്നുണ്ട്, ദൈവമായ കർത്താവിനെ നീ പരീക്ഷിക്കരുത്. നമ്മളും പലപ്പോഴും ദൈവമായ കർത്താവിനെ പരീക്ഷിക്കുന്നുണ്ട്. ഉദാഹരണം പറയുകയാണെങ്കിൽ, ഞാൻ 1000 പ്രാവശ്യം ചോദിക്കും നിങ്ങൾക്ക് ലഭിക്കും, അന്വേഷിക്കും കണ്ടെത്തും, മുട്ടിയും തുറന്നു കിട്ടും. കർത്താവ് പറഞ്ഞ വചനമാണ്. ഞാൻ 1000 പ്രാവശ്യം ഇത് എഴുതി. എന്നിട്ട് കർത്താവ് പറയാണ്, ഈശോയെ എനിക്ക് മാർപ്പാപ്പയാവണം, മാർപ്പാപ്പയാണെങ്കിൽ വയ്യാണ്ട് കിടക്കുകയാണ്, എപ്പോഴാന്ന് പറയാൻ പറ്റില്ല, എനിക്ക് മാർപ്പാപ്പയാവണം. ഞാൻ 1000 പ്രാവശ്യം എഴുതിയിട്ട് ചോദിക്കുക. ഇവിടെ ചിരിക്കേണ്ട കുറേ പേര്. എന്തോ ദൈവത്തിന് അസാധ്യമായിട്ട് ഒന്നുമില്ലല്ലോ. അപ്പൊ ഞാൻ വചനം ചൊല്ലി പ്രാർത്ഥിച്ചു കഴിഞ്ഞാല്
അതാണ് ഇവിടെ പറയുന്നത്, നീ നിന്റെ ദൈവമായ കർത്താവിനെ പരീക്ഷിക്കരുത്. ദൈവത്തിന്റെ വചനം ജീവിക്കാനുള്ളതാ. ആ വചനത്തെ വളച്ചൊടിച്ച് നീ നിന്റെ സ്വാർത്ഥ താല്പര്യത്തിന് വേണ്ടിയിട്ട് ഉപയോഗിക്കരുത് എന്നും കൂടിയും എഴുതപ്പെട്ടിരിക്കുന്നെന്ന് ഈശോട് പറയുക. പലപ്പോഴും കാണാം 1000 ഭാഷ വചനം എഴുതി, എനിക്കൊന്നും കിട്ടിയില്ല. നമ്മുടെ വ്യക്തിപരമായ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് വചനത്തെ അവിടെ നിന്ന് വളച്ചൊടിച്ച് അതിനെ എഴുതി കഴിഞ്ഞാൽ 1000 അല്ല 1,00,000 പ്രാവശ്യം എഴുതിയാലും ചിലപ്പോൾ ഒന്നും സംഭവിക്കില്ല. മൂന്നാമതായിട്ട് പിശാച് വളരെ ഉയർന്ന മലയിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി. ഉയർന്ന മല ദൈവശാസ്ത്രം പറയുകയാണ്, ദൈവ സാന്നിധ്യം എപ്പോഴും തുളുമ്പി നിൽക്കുന്ന പ്രതീകമാണ് മല, ഉയർന്ന മല. വിശുദ്ധ ചവറപിതാവ് ഗോവേന്തകൾ സ്ഥാപിക്കുമ്പോൾ ഒന്നല്ലെങ്കിൽ മലയുടെ മുകളില് അല്ലെങ്കിൽ കടലിന്റെ കായലിന്റെ അല്ലെങ്കിൽ വെള്ളമുള്ള ജലമുള്ള ഭാഗത്താണ് ചവറപിതാവ് എല്ലാ ഗോവേന്തകളും സ്ഥാപിച്ചിട്ടുള്ളത്. കൂനമാവ് വലിയ മലയുടെ മുകളിലാണ്, അമ്പഴക്കാട് കുന്നിന്റെ മുകളിലാണ്, എൽത്തുരുത്ത് അതുപോലെ തന്നെ പുളിങ്കുന്നൊക്കെ പുഴയുടെ തീരത്താണ്. ദൈവസ്മരണ ഏറ്റവും അധികം നിറഞ്ഞെടുക്കുന്ന സ്ഥലം മലയാണ്, ഉയർന്ന സ്ഥലം. അവിടെ കൊണ്ടുപോയിട്ടാണ് താഴേക്ക് ചാടാനായിട്ട് ഈശോട് ആജ്ഞാപിക്കുന്നത്. ഈ ലോകത്തിൽ ഭൗതികമായിട്ടുള്ള എല്ലാ സുഖ സൗകര്യങ്ങളും കാണിച്ചുകൊണ്ട് പറയുകയാണ്, ഒരു നിമിഷം നീ എന്നെ സാഷ്ടാംഗം പ്രണമിച്ചാ മതി, എല്ലാം നിനക്ക് കിട്ടും. ഒരു നിമിഷം നമ്മൾ തിന്മ പ്രവർത്തിച്ചാൽ മതി, ഒരു നിമിഷം നമ്മൾ മന്ത്രവാദവും തകിടും വെച്ചാൽ മതി, കഴിഞ്ഞു. താൽക്കാലികമായിട്ടുള്ള ഒരു ഉയർച്ചയ്ക്ക് വേണ്ടിയിട്ട് ദൈവത്തെ ഒന്ന് തള്ളി പറഞ്ഞിട്ട് സാത്താനെ അടിയറച്ചാൽ മതി, കഴിഞ്ഞു. നിന്റെ ജീവിതം കഴിഞ്ഞു. ഈശോട് പറഞ്ഞു തന്നെ, ഒരു പ്രാവശ്യം നീ സാഷ്ടാംഗം പ്രണമിച്ചാൽ മതി. ഉടനെ ഈശോ മറുപടി പറഞ്ഞു, നീ നിന്റെ ദൈവമായ കർത്താവിനെ മാത്രമേ ആരാധിക്കൂ, പൂജിക്കാവൂ, വേറെ ഒന്നിനെ നീ ആരാധിക്കരുത്. ഒരുപക്ഷെ നമ്മള് ചിലപ്പോൾ ദൈവത്തെക്കാളും കൂടുതലായിട്ട് മനുഷ്യരെയും അല്ലെങ്കിൽ വ്യക്തികളെയും സ്ഥലങ്ങളെയും വസ്തുക്കളെയും ഒക്കെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ അത് തെറ്റായ ഒരു പ്രവണതയാണ്. ദൈവത്തെ മാത്രമേ ഓർത്ത് മാത്രമേ പൂജിക്കാവൂ. ദൈവത്തിനേക്കാളും കൂടുതൽ സ്ഥാനം മനുഷ്യ വ്യക്തികൾക്കോ സ്ഥലങ്ങൾക്കോ വസ്തുക്കൾക്കോ കൊടുക്കാനായിട്ട് പാടില്ല. അപ്പോഴും ഇവിടെ അതിന് തിന്മയായിട്ട് മാറും. ഈ 3 പ്രലോഭനങ്ങൾ അവിടെ നമുക്ക് ഈശ്വരനാഥൻ കാണിച്ചിരുന്നത് നമ്മുടെ ജീവിതത്തിലുണ്ടാകാവുന്ന 3 കാര്യങ്ങളാണ്. ജഡികമായിട്ടുള്ള ആസക്തി, ശരീരത്തിന്റെ ജഡത്തിന്റെ ആവശ്യങ്ങൾ, ജഡിക ആസക്തി. 2 പേരിനും പ്രശസ്തിക്കും വേണ്ടിയുള്ള ചിന്തകൾ. 3 അധികാരത്തിന് വേണ്ടിയിട്ടുള്ള പ്രയത്നങ്ങൾ. 3 ഒരു മനുഷ്യന്റെ വാസനയാണ്. 3 വാസനകളാണ് മനുഷ്യനെ സാധാരണയായുള്ളത്. ഈ മനുഷ്യ സഹജമായ 3 വാസനകളെയും അതിജീവിക്കുമ്പോഴാണ് നമ്മുടെ ജീവിതം ആത്മീയ അഭിഷേക ജീവിതമായിട്ട് മാറുവാനായിട്ട് സാധിക്കുക. അവസാനമായിട്ടൊരു കാര്യം പറയുന്നുണ്ട്, പിശാച് അവനെ വിട്ടുപോയപ്പോൾ ദൈവദൂതന്മാർ വന്ന് ശുശ്രൂഷിച്ചു. നമുക്കൊരു പ്രലോഭനം ഉണ്ടാകുമ്പോൾ അത് കഴിയുമ്പോൾ മാലാഖമാരെ നമ്മളെ ശുശ്രൂഷിക്കാനായിട്ട് വരും എന്ന് വളരെ വ്യക്തമായിട്ടും ഇവിടെ വചനഭാഗം നമ്മളോട് എടുത്തു പറയുന്നുണ്ട്. ഒരു വീഴ്ചകൾ ഉണ്ടാകുമ്പോൾ നമ്മൾ തളരല്ല വേണ്ടത്, വളരാണ് വേണ്ടത്. അതിന് മാലാഖമാരെ നമ്മളെ ശുശ്രൂഷിക്കാനായിട്ട് ഒപ്പം നമ്മുടെ കൂടെ ഉണ്ടാവും, നമ്മളെ ശുശ്രൂഷിക്കാനായിട്ട് നമ്മളെ കടന്നു വരുന്ന ഓർപ്പിക്കുകയാണ്. വീഴ്ചകൾ മനുഷ്യ സഹജമാണ്. ആ വീഴ്ച നിന്ന് എഴുന്നേൽക്കുന്നതാണ് ദൈവികത.
മനുഷ്യ എല്ലാവർക്കും വീഴ്ചകളുണ്ട്. പക്ഷേ ആ വീഴ്ചകള് ദൈവസന്നിധിയിൽ സമർപ്പിച്ച് അത് വളർച്ചകളാക്കി മാറ്റുമ്പോൾ മാലാഖമാരെ നിന്നെ ശുശ്രൂഷിക്കാനായിട്ട് പ്രത്യാശയോട് കൂടിയിട്ട് നിന്റെ ജീവിതത്തെ സമർപ്പിക്കുവാനായിട്ട് നിനക്ക് സാധിക്കും. അതിനായിട്ട് ദൈവം നിങ്ങളെ ഈ നോമ്പ് കാലഘട്ടം, ഈ തപസ് കാലഘട്ടം ദൈവം നിങ്ങളെ അനുഗ്രഹമാക്കി മാറ്റുവാൻ സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ.